എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ബെലമി അവനാണെങ്കിൽ ലൂഫിയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ ഒരു സെക്കൻഡ് അവനെ കണ്ട് ഞെട്ടും. ഫ്ലാഷ് ബാക്കിൽ ബെലമി അവൻ ആ ക്രിക്കറ്റിന് ഓറഞ്ചും പൊറഞ്ചും അടിച്ച് താഴെയിട്ടതൊക്കെ ലൂഫി ഓർത്തെടുക്കുകയാണ്. ടൈ ഐലാൻഡ് എന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞാണ് അവൻ ക്രിക്കറ്റിനെ ഒരുപാട് ഉപദ്രവിച്ചത്. അത് കണ്ട ലൂഫി ആണെങ്കിൽ ഒറ്റ അടിക്ക് അവനെ താഴെയിട്ടു. ലൂഫി ആണെങ്കിൽ ഷോക്കായിട്ട്, നീ എന്താ ഇവിടെ, നിനക്കെന്താ ഇവിടെ കാര്യം? അതിനവൻ പറയും, ഒന്നുമില്ല, ഞാനിങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഫ്രീ ബേർഡാണ്, ഞാൻ എവിടെ വേണമെങ്കിലും പറന്ന് നടക്കും. ആക്ച്വലി ഇവന്റെ റോൾ മോഡൽ സാക്ഷാൽ ഡോഫ്ലമിംഗോ ആണ്. മാത്രമല്ല ഇവന് 195 മില്യൺ ബെറി ബൗണ്ടിയാണ് അവന്റെ തലയ്ക്കുള്ളത്. അവൻ ഈസി ആയിട്ട് പറയും, നീ കരുതും പോലെ ആ ഒരു ഡബിൾ ഫ്രൂട്ടിന് വേണ്ടിയല്ല ഞാൻ ഇവിടേക്ക് വന്നത്. ഞാനും ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് എന്റേതായ ഒരു പേഴ്സണൽ ലക്ഷ്യമുണ്ട്. അത് നിറവേറ്റാനാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മാത്രമല്ല ഞാനിപ്പോൾ ആകെ ചേഞ്ചായി, പഴയതുപോലെയല്ല. പണ്ട് ഞാൻ മുന്നും പിന്നും നോക്കാതെ പല കാര്യങ്ങളും ചെയ്തിരുന്നു. ആ സ്കൈ ഐലാൻഡ് അവിടേക്ക് പോയതിനു ശേഷമാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് മുഴുവനായിട്ട് മാറിയെന്ന് പറയും. ലൂഫി ആണെങ്കിൽ അത് കേട്ട് വണ്ടടിക്കും, നീ അവിടെയുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ? അതിനവൻ പറയും, ഇപ്പൊ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. അതൊന്നും നിന്നോട് പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അതുമാത്രമല്ല എനിക്കിപ്പോ നിന്നോടും ഒരു റിവഞ്ചും ഇല്ല. എത്രയും വേഗം ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് മാറണമെന്ന് പറഞ്ഞവൻ കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് നോർത്ത് സൈഡിലുള്ള ഒരു കഫറ്റീരിയ കാണിക്കും. അവിടെ സീസറിന്റെ ആൾക്കാർ എന്തൊക്കെയോ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫുഡും ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിരിക്കുകയാണ്. അവരാണെങ്കിൽ ഗ്രീൻ ബിറ്റിലേക്ക് എങ്ങനെ പോകാം എന്ന് ഡിസ്കസ് ചെയ്യാണ്. ആ കഫേ ഓണർ പറയും, അയ്യോ അവിടേക്ക് പോകാൻ പാടില്ല, അവിടേക്ക് അങ്ങനെ ആരും പോവാറില്ല. ഒന്നുകിൽ റിസർച്ചർ അല്ലെങ്കിൽ എക്സ്പ്ലോറർ, ഇങ്ങനെ ആരെങ്കിലും മാത്രമേ അവിടേക്ക് പോകാറുള്ളൂ. മനുഷ്യവാസമില്ലാത്ത വലിയൊരു കാടാണത്. ആ ഗ്രീൻ ബിറ്റിനെ കവർ ചെയ്ത് ഒരുപാട് മോൺസ്റ്റർ ഫിഷുകളുണ്ട്. അതുകൊണ്ട് കപ്പലിൽ അവിടേക്ക് പോകുന്നത് ദുസ്സഹമാണ്. അവിടേക്ക് എത്തിപ്പെടാൻ ആകെ ഉള്ളത് ഒരു ഇരുമ്പ് പാലമാണ്. പക്ഷെ ആ പാലത്തിൽ പോലും അവിടേക്ക് ആരും പോകാൻ പാടില്ല എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ആദ്യമൊന്നും അവറ്റകൾ അവിടെ ഇല്ലായിരുന്നു. 700 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഫൈറ്റിംഗ് മോൺസ്റ്റർ ഫിഷുകൾ അവറ്റകൾ അവിടേക്ക് വന്നത്. നിങ്ങൾ കപ്പലിൽ പോയാൽ അത് നിങ്ങളുടെ കപ്പൽ തകർക്കും. തലയിൽ നല്ല മൂർച്ചയുള്ള മുള്ളുകളൊക്കെ അവറ്റകൾക്കുണ്ട്. അതുപയോഗിച്ച് അവറ്റകൾ അറ്റാക്ക് ചെയ്യും. ആ ബ്രിഡ്ജ് ഇരുമ്പ് കൊണ്ടാണ് ഉണ്ടാക്കിയത്, പക്ഷെ അത് കടന്നുപോയവരാരും പിന്നീട് തിരികെ വന്നിട്ടില്ല. സോ അതൊക്കെ ആ ഫിഷുകൾ തകർക്കുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ് അവൻ കടന്നു പോകും. ഉസോപ്പ് ആണെങ്കിൽ ഷോക്കാവും. അവൻ ട്രഫാൽഗറിനോട് ചോദിക്കും, നമുക്ക് ഈ സീസറിനെ അവിടെ തന്നെ കൊണ്ടുവിടണമെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ? ഇവിടെ എവിടെയെങ്കിലും ഇവനെ വിടാം, ആ ഡോഫ്ലമിംഗോ അവൻ ഇവിടെ വന്ന് കൂട്ടിക്കോളില്ലേ എന്ന് ഉസോപ്പ് ചോദിക്കും. സീസറും ഉസോപ്പ് പറഞ്ഞ കാര്യത്തെ സപ്പോർട്ട് ചെയ്യും. അതിന് ട്രഫാൽഗറിലോ, എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ പ്ലാനൊന്നും ഞാൻ ചേഞ്ച് ചെയ്യില്ല, ഇവരെ എനിക്ക് അവിടെ കൊണ്ടുപോയി വിട്ടേ പറ്റൂ. പക്ഷെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സംശയം അതൊന്നും അല്ല ആ ഡോഫ്ലമിംഗോ. അവൻ ഈ രാജ്യത്തിന്റെ പദവി അത് ഉപേക്ഷിച്ചിട്ടും ഈ ജനങ്ങളിൽ യാതൊരു വ്യത്യാസവും കാണാനില്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്നത്. കറക്റ്റ് സമയത്ത് ആ CP0 മെമ്പേഴ്സ് അവരിപ്പോ അവിടേക്ക് കടന്നു വരികയാണ്. ലോകത്തിലെ തന്നെ നമ്പർ 1 ഇന്റലിജന്റ് ഏജൻസിയാണ് ഇവര്. CP9 നമ്മുടെ ആൾക്കാർ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവരെ കഴിഞ്ഞും 10 മടങ്ങ് പവറുണ്ട് ഈ ഒരു ടീമിന്. ഇവർക്ക് എന്തായിരിക്കും ഇവിടെ കാര്യം എന്ന് ട്രഫാൽഗറിലോ ചിന്തിക്കും. കട്ട് ചെയ്ത നമ്മുടെ സോറോ അവനാണെങ്കിൽ ഇപ്പോഴും അവന്റെ സ്ക്വാഡിന്റെയും ആ വലിയ ചാക്കിന്റെയും പിന്നാലെ ഫോളോ ചെയ്യാണ്. അതങ്ങനെ മൂവ് ചെയ്ത് ഇപ്പൊ ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് പോകും. സോറയും നിൽക്കാതെ അതിന്റെ പിന്നാലെ ഓടും. അതാണെങ്കിൽ ബിൽഡിങ്ങിന്റെ മുകളിലൂടെയൊക്കെ ചാടി ഓടി മുകളിലേക്ക് പോവുകയാണ്. സോറോ എടുത്തു ചാടി ഇപ്പൊ അവന്റെ സ്ക്വാഡ് പിടിച്ചു വലിക്കും. ആ വലിയ ചാക്കാണെങ്കിൽ അങ്ങനെ തെറിച്ച് അവന്റെ ദേഹത്ത് വീഴാണ്. അപ്പൊ ആ ചാക്കിൽ നിന്ന് ഒരു ശബ്ദവും കേൾക്കും, ഓ മൈ ഗോഡ്, ഒരു മനുഷ്യൻ എന്നെ കണ്ടു, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരോ ആ ചാക്കുമായിട്ട് ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ സാമുറായെ കാണിക്കും. ആളാണെങ്കിൽ കാഞ്ചറോ നിലവിളിച്ച് ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണ്. ഉടനെ കുറെ പേര് ഇപ്പൊ അവനെ റൗണ്ട് ചെയ്ത് ഗണ്ണൊക്കെ പോയിന്റ് ചെയ്യും. സത്യം പറയും, നീ ഒരു സാമുറായി അല്ലേ? ഹെയർ സ്റ്റൈല് അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു നീ ഒരു സാമുറായി ആണെന്ന്. അവന്റെ ഹെയർ സ്റ്റൈൽ ശ്രദ്ധിക്കും. അതെല്ലാവരും നോട്ടീസ് ചെയ്തെന്ന് അവൻ ഇപ്പോഴായിരിക്കും മനസ്സിലാക്കുക. അവരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ സാമുറായി തിരിച്ചറിഞ്ഞു. നീ ഇവിടുന്ന് മുൻപ് രക്ഷപ്പെട്ടു പോയവനല്ലേ? നിന്റെ ഫ്രണ്ട് കാഞ്ചറോ അവനെ തിരികെ പിടിക്കാനല്ലേ നീ ഇപ്പൊ ഇവിടേക്ക് വന്നേ? നിനക്ക് നീ രക്ഷയില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും സാമുറായിക്ക് നേരെ കണ്ണ് പോയിന്റ് ചെയ്യും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ സ്റ്റേഡിയം കാണിക്കും. അവിടെയാണെങ്കിൽ ഫൈറ്റ് വേറെ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചി ആണെങ്കിൽ ഇപ്പോഴും ആ വയലറ്റ് പെണ്ണിന്റെ കൂടെ നടക്കുകയാണ്. അപ്പൊ ആ സാമുറായി റൗണ്ട് ചെയ്ത
ആളുകള്. അവരിൽ ഒരാള് ഇപ്പൊ സാഞ്ചയെ പോയിന്റ് ചെയ്യുന്നതായിട്ട് അവന് മനസ്സിലാവും. അവനത് വയലറ്റിനോട് പറയണമെന്നുണ്ട്. അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അവളുടെ മുഖത്തെ നാണവും ലജ്ജയൊക്കെ കണ്ട് അവനും നാണം വരും. അവനൊന്നും തന്നെ അവളോട് തുറന്നു പറയാനായിട്ട് കഴിയില്ല. അവര് വീണ്ടും പാട്ടും ചെറുകഥയൊക്കെ പറഞ്ഞ് മുൻപോട്ടേക്ക് നടക്കുമ്പോഴായിരിക്കും മുകളിലായി ഏതോ ഒരു ഭീകരൻ. അവനാണെങ്കിൽ ഇപ്പൊ വയലറ്റിന്റെ തലയ്ക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞോട്ടിയിടയില് നമ്മുടെ സാഞ്ചി എടുത്തു ചാടി ആ ഗണ്ണിന്റെ മുൻപിലേക്ക് വരികയാണ്. അതിനുശേഷം ആ ഗണ്ണ് പിടിച്ചു വലിച്ച് അവൻ അച്ചരം പൊച്ചറ ഇടിച്ച് താഴേക്ക് വരും. അവനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, ശരിക്കും നിനക്ക് ഇത്രയൊക്കെ പവറുണ്ടോ? നിന്നെ കണ്ടാ പറയില്ല നിനക്ക് ഇത്രയും പവർ ഉണ്ടെന്ന്. താങ്ക് യു വെരി മച്ച് എന്നൊക്കെ പറഞ്ഞ് അവളിപ്പോ അവന്റെ കൂടെ തന്നെ നടക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ നമ്മുടെ ബ്രൂക്കിനെ കാണിക്കാണ്. ബ്രൂക്ക് ആണെങ്കിൽ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി ഹായായിട്ട് കുടിക്കും. അത് കണ്ട് മൊമന്റോസ്കി പറയും, യു ആർ അൺബിലീവബിൾ. നീ ആക്ച്വലി ഒരു പൈലറ്റല്ലേ? ഒരു പൈലറ്റിന് വേണ്ട ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ പാലിക്കണം. ഒരിക്കലും ഈ കോഫി അതുണ്ടാക്കിയ പാടെ മൊത്തത്തില് വായിലേക്ക് കമിഴ്ത്താൻ പാടില്ല. ആദ്യം കുറച്ച് കുടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രമേ ഇത് മുഴുവനായിട്ട് കുടിക്കാൻ പാടുള്ളൂ. അതിന് ചോപ്പർ ആണെങ്കിൽ ചിരിച്ചിട്ട് യെസ് ബോസ് എന്ന് അവനോട് പറയും. മൊമന്റോസ്കി അവനൊരു കോഫി ചോപ്പറിനോട് ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയും. ചോപ്പർ അത് കേട്ട് കോഫി ഉണ്ടാക്കാൻ അകത്തേക്ക് പോകും. മൊമന്റോസ്കി അവൻ നാമിയുടെ അടുത്തേക്ക് വന്ന് കൊഞ്ചി കുറുകി ഇപ്പൊ അവളുടെ മടിയിൽ കിടക്കുകയാണ്. അവളിതൊരു കൊച്ചു കുഞ്ഞാണെന്ന് പറഞ്ഞ് അവനെ തട്ടി ഉറക്കാൻ തുടങ്ങും. അപ്പൊ മറ്റൊരു മരത്തല ഇപ്പൊ അവളുടെ അടിയിലേക്ക് ചായയാണ്. അതാരാണെന്ന് നോക്കിയാ മറ്റാരുമല്ല, സാക്ഷാൽ ബ്രൂക്ക്. വാവ്, നല്ല രസമുണ്ട്, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറയും. നാമി വമ്പം കലിപ്പില് കൈ നീട്ടി ഒരൊറ്റ അടി. ആ ഒരു അടിയില് ബ്രൂക്ക് കിലോമീറ്ററുകളോളം തെറിച്ചു പോയി അടിച്ചു വീഴും. ചോപ്പറാണെങ്കിൽ ഇപ്പൊ ബ്രൂക്കിനെ ആശ്വസിപ്പിക്കും. അവൻ കൊച്ചു കുഞ്ഞല്ലേ, അവൻ അവളുടെ മടിയിൽ കിടന്നോട്ടെ. അവന് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവേണ്ടി വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ. അതുകൊണ്ടാണ് അവനിപ്പോ അത്രയും ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ബ്രൂക്ക് ആണെങ്കിൽ മൊമന്റോസ്കിയെ നോക്കും. മൊമന്റോസ്കിയുടെ മുഖത്ത് യാതൊരു വിഷമവും ഇല്ല. അവൻ നാമിയെ തോണ്ടിയും മാന്തിയും അവളോട് തമാശയൊക്കെ പറഞ്ഞും പൊട്ടിച്ചിരിക്കുകയാണ്. ബ്രൂക്ക് ഒരു സെക്കൻഡ് ചോപ്പറിനെ നോക്കും. അവൻ ഈ പ്രായത്തിൽ തന്നെ ഓസ്കാർ അഭിനയമാണ്. അവന്റെ മുഖത്ത് ഒന്നിനെ കുറിച്ചും യാതൊരു ടെൻഷനോ വിഷമോ ഒന്നും ഞാൻ കാണുന്നില്ല. ഉടനെ മൊമന്റോസ്കി അവൻ ചാടി എഴുന്നേറ്റ് ബ്രൂക്കിനോട് പറയും, നീ വെറുതെ നിൽക്കാതെ ഏതെങ്കിലും പാട്ടോ മ്യൂസിക്കോ ഒക്കെ വായിക്കേ. ബ്രൂക്ക് തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ലൂഫി പറഞ്ഞാൽ മാത്രമേ ഇതൊക്കെ ചെയ്യൂ. അത് ചോപ്പർ ആണെങ്കിൽ അവന്റെ തലയ്ക്കൊരൊറ്റ അടി. പിന്നെ അവനൊന്നും നോക്കില്ല. ഗിറ്റാറൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് മ്യൂസിക്കും പാട്ടും ഒക്കെ ആയി അവർ അടിച്ചു പൊളിക്കുകയാണ്. അടിച്ചുപൊളിയൊക്കെ കഴിയുമ്പോഴായിരിക്കും അകത്തു നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുക. പാത്രങ്ങളെല്ലാം തന്നെ വീണുടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? നമ്മൾ ഇത്രയും പേരല്ലേ ഇവിടെ ഉള്ളൂ, അകത്താരോ ഉണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോ ആ വാതിലിന്റെ അടുത്തേക്ക് വരികയാണ്. ഏതോ ഒരുത്തൻ അകത്തു നിന്ന് സംസാരിക്കുന്നതായിട്ട് അവർ കേൾക്കും. ബ്രൂക്ക് ആണെങ്കിൽ പതിയെ ആ ഡോർ ഓപ്പൺ ചെയ്യും. അവരകത്തേക്ക് നോക്കുമ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോ അകത്ത് മുഴുവൻ കളറായിട്ട് എന്തൊക്കെയോ ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവർക്ക് കാണാൻ കഴിയുക. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ആ ചോപ്പനെ കാണിക്കും. ചോപ്പന്റെ വായിലൂടെ ചോരയൊക്കെ തുളുമ്പി അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ തൊട്ടു മുൻപിൽ ആ പച്ചത്തലയൻ. അവൻ ചോപ്പനോട് പറയും, നിങ്ങൾ നേവിക്കാര് ഇത്രയും വീക്കാണോ? നിങ്ങളെപ്പോലെ വീക്കായിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവനെ തല്ലി താഴെയിടും. അപ്പൊ വേറൊരുത്തിന് അവിടേക്ക് വന്ന് ആ പച്ചത്തലേനോട് പറയും, ബി ബ്ലോക്കിന്റെ മത്സരം അത് എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യും. എല്ലാ പാർട്ടിസിപ്പൻസും ഉടനെ അവിടേക്ക് പോകണം. അത് പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ആ ക്യാപ് മാനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? അതിന് പച്ചത്തലയൻ സിമ്പിളായിട്ട് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ആ ചോപ്പനെ കാണിക്കും. അവനാണെങ്കിൽ ചോരയൊക്കെ തുളുമ്പി വീണ് കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി ആണെങ്കിൽ ഫൈറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കും. അവന്റെ കൂടെ തന്നെ ആ ചുണ്ടരം പൈറട്ടും ഉണ്ട്. ഉടനെ ആ പച്ചത്തലയൻ അവനാണെങ്കിൽ വമ്പം പോസൊക്കെ ഇട്ട് അവിടേക്ക് നടന്നു വരികയാണ്. ഇവന്റെ റാങ്ക് ആക്ച്വലി നമ്പർ 1 ആണ്. അവൻ ആ സ്റ്റേഡിയത്തിലേക്ക് കടന്നു വരേണ്ട താമസം ജനങ്ങളെല്ലാവരും അവന്റെ പേര് വിളിച്ച് ആർപ്പ് വിളിക്കും. അവന് കൈയൊക്കെ വീശി കാണിച്ച് അടിപൊളി സ്റ്റൈലിൽ നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.